നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണെന്നറിയോ? ഏകദേശം 80,000 കോടിക്ക് മേലെ വരും. ഈ 80,000 കോടിക്ക് മാർക്കറ്റ് ക്യാപിറ്റൽ വരുന്ന ഈ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഒരു ഷെയറിന്റെ വില എത്രയാണെന്നറിയോ? വെറും 778 രൂപ മാത്രമേ ഉള്ളൂ. 778 രൂപ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും നിലവിൽ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഷെയർ ഹോൾഡർ ആവാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്റ്റോക്കിന് ഒരു എൻട്രിക്കുള്ള ഒരു അടിപൊളി സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിന്റെ എൻട്രി എപ്പോൾ എടുക്കണം, എന്തുകൊണ്ടാണ് എൻട്രി എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് അനാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്റ്റോക്കിന്റെ ചാർട്ടാണ്. ഈ ചാർട്ടിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ, ഇതെങ്ങനെയാണ് ഇത് എൻട്രി എടുക്കുന്നത്, എപ്പോഴാണ് എൻട്രി എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഏറ്റവും മുകളിലുള്ള ഒരു നീല ബാർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയ്യേഴ്സിനെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയ്യേഴ്സിനെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ്. സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ നിലവിൽ പിന്നെ സെല്ലേഴ്സൊന്നും ആ ഒരു പരിസരത്തില്ല. പിന്നെ ബയ്യേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ആ ബാറിന് മുകളിലേക്ക്, അതായത് ഞാനൊരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഗ്രീൻ ലൈനിനുള്ളിൽ വെള്ളിയാഴ്ചത്തെ ഡേ ക്യാൻഡിൽ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ, ഈ വരുന്ന വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ ആ ഗ്രീൻ ബാറിനുള്ളിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എൻട്രിക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, പിന്നീട് സെല്ലേഴ്സിന് മനസ്സിലായി ഈ ഒരു ട്രെൻഡ് തിരിഞ്ഞു, ഇനി ബയ്യേഴ്സിനുള്ള ട്രെൻഡാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത കുറവാണ്, ബയ്യേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇതൊരു ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ 10% 10 ദിവസത്തിനുള്ളിൽ അടിക്കാനുള്ള സകല സാധ്യതയുമുണ്ട്. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നിഫ്റ്റി അപ് ട്രെൻഡിലേക്ക് എത്തണം. നിഫ്റ്റി അപ് ട്രെൻഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും 10% 10 ദിവസത്തിനുള്ളിൽ അടിക്കും. അതായത് നിങ്ങളൊരു 1,00,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 10 ദിവസത്തിനുള്ളിൽ 10,000 രൂപ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ എത്തിക്കുന്നത്. ഇതൊരു സ്റ്റഡി പർപ്പസിനായിട്ടാണ്. നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക, കാണുക, ഞാൻ പറയുന്നത് പോലെ വരുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റെന്താണ് സംഭവിക്കുന്നത്. നിഫ്റ്റി വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക സ്റ്റോക്കുകളും വീഴും. അത്തരത്തിൽ വീഴുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നിഫ്റ്റി അപ് ട്രെൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നുണ്ടോ എന്നും കൂടി നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ച എനിക്കൊരു ചെറിയൊരു ലൈക്ക് തരികയാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.